Good morning, students. Welcome to today's class. In the previous class, we have studied what is 2D DFT and problem based on 2D DFT. Now, here we are discussing about the properties of 2D DFT. 2D DFT inde oru 10 properties undu. So, they are separable property, spatial shift, periodicity, convolution property, correlation property, scaling, conjugation, rotation, orthogonality, multiplication by exponential. ഓരോ പ്രോപ്പർട്ടീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം ആൻഡ് ആൾസോ ദർ പ്രൂഫ് ആൾസോ. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞാൽ സെപ്പറബിൾ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സെപ്പറബിൾ പ്രോപ്പർട്ടി പറഞ്ഞാൽ ആ ഒരു പേരിന് പറയുന്ന പോലെ തന്നെ, അതായത് നമ്മൾ 2 ഡയമെൻഷണൽ ആയിട്ടാണ് ഇമേജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, DFT എടുക്കുന്നത്. അപ്പോൾ ഈ 2D ഇമേജിനെ DFT എടുക്കാൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക, അതായത് രണ്ട് 1 ഡയമെൻഷണൽ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ 2D ഇമേജ് അറിയുമ്പോൾ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. എക്സ് ആക്സ് വൈ ആക്സ് ഉണ്ടാവും. ഓക്കെ, സോ എക്സ് വാല്യൂ വൈ വാല്യൂ ഉണ്ടാവും, രണ്ട് വാല്യൂസ് ഉണ്ടാവും, m, n വാല്യൂസ് ഉണ്ടാവും, റോ വാല്യൂ കോളം വാല്യൂ. സോ റോനെ സെപ്പറേറ്റ് ആയിട്ട് DFT കാണാൻ ആൻഡ് കോളത്തിനെ സെപ്പറേറ്റ് ആയി 1 ഡയമെൻഷണൽ DFT കാണുന്നതിനാണ് നമ്മൾ സെപ്പറബിൾ പ്രോപ്പർട്ടി, അതായത് 2D ട്രാൻസ്ഫോം ചെയ്യുന്നതിന് പകരം 1D ട്രാൻസ്ഫോംസ് ചെയ്യുക. അതായത് 1 ഡയമെൻഷണൽ ട്രാൻസ്ഫോം അലോങ് റോ മെട്രിക്സ് ആൻഡ് 1 ഡയമെൻഷണൽ ട്രാൻസ്ഫോം അലോങ് കോളം ഓഫ് ദ ഇമേജ്. ഓക്കെ, റോ ഓഫ് ദ ഇമേജും കോളം ഓഫ് ദ ഇമേജും സെപ്പറേറ്റ് 1 ഡയമെൻഷണൽ കണ്ട് ചെയ്യുന്നതും 2 ഡയമെൻഷണൽ ഡയറക്റ്റ് ചെയ്യുന്നതും സെയിം ആണ്. സോ ദാറ്റ് ഈസ് സെപ്പറബിൾ പ്രോപ്പർട്ടി. ദ സെപ്പറബിൾ പ്രോപ്പർട്ടി അലൗസ് ദ 2D ട്രാൻസ്ഫോം ടു ബി കംപ്ലീറ്റഡ് ഇൻ 2 സ്റ്റെപ്പ് ബൈ സക്സസീവ് 1 ഡയമെൻഷണൽ ഓപ്പറേഷൻ ഇൻ റോസ് ആൻഡ് കോളംസ് ഓഫ് എൻ ഇമേജ്. ഓരോ 2 സ്റ്റെപ്പിൽ, അതായത് ഒരു സിംഗിൾ സ്റ്റെപ്പിന് വേണ്ടി 2 സ്റ്റെപ്പ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇമേജിൻ്റെ റോല് നമുക്ക് 1 ഡയമെൻഷണൽ DFT ചെയ്യാം, അടുത്തത് ഇമേജിൻ്റെ കോളത്തിൽ ഇങ്ങനെ 2 1 ഡയമെൻഷണൽ DFT ചെയ്താൽ നമുക്ക് 2 ഡയമെൻഷണൽ DFT കിട്ടും. സോ അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി, സെപ്പറബിൾ പ്രോപ്പർട്ടി. സോ അതിൻ്റെ പ്രൂഫ് നോക്കാം. ഇവിടെ എല്ലാ കേസിലും നമ്മൾ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുമ്പോൾ m = n എന്നുള്ള ഫോമാണ് എടുക്കുന്നത്, അതായത് മെട്രിക്സ് ഒരു n/n മെട്രിക്സ് എന്നുള്ള ഫോമാറ്റിലോട്ടാണ് എടുക്കുന്നത്. ഓക്കെ, സോ പ്രൂഫ് f of k, l എന്ന് പറയുമ്പോൾ നമ്മൾ DFT of f of m, n ആണ് f of k, l. ഓക്കെ, ഈ DFT വാല്യൂ, അതായത് ഫ്രീക്വൻസി ഡൊമൈനിലെ വാല്യൂ ക്യാപിറ്റൽ എഫിലാണ് പറയാം, ഈ ടൈം ഡൊമൈനിലെ വാല്യൂ സ്മോൾ എഫിലും. സോ ദ DFT of f of m, n നമുക്ക് തന്നിട്ടുണ്ട് ടൈം ഡൊമൈൻ. അതിനെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് മാറ്റുമ്പോൾ വി ഗെറ്റ് general equation ആണ് f of k, l is equal to sigma m = 0 to n minus 1, sigma n = 0 to n minus 1, f of m, n into e raised to minus j 2 pi by n into m into k. രണ്ടാമത്തെ ഫസ്റ്റ് റോസ്, അതായത് m പറയുമ്പോൾ സ്പേഷ്യൽ ഡൊമൈൻ്റെ, ദെൻ k പറഞ്ഞാൽ ഫ്രീക്വൻസി ഫ്രീക്വൻസി ഡൊമൈൻ, then e raised minus j 2 pi by n. ഓക്കെ, രണ്ടും n ആണ്, കാരണം m = n ആയതുകൊണ്ട് 2 pi by n into n l. ഓക്കെ, ഇതാണ് നമ്മൾ ജനറൽ 2D DFTൻ്റെ ഫോമാറ്റ്. ഇതിനെ നമ്മൾ 2 സ്റ്റെപ്പായിട്ട് 1D ആയിട്ട് കാണാമെന്ന് പറഞ്ഞത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചിട്ട് ആദ്യം അങ്ങനെ കാണാൻ, ആദ്യം നമുക്ക് ഈ ഒരു എമ്മിൻ്റെ ടേംസിനെ നമുക്കൊന്ന് പുറത്തെടുക്കാം, സമ്മേഷൻ ആൻഡ് n വരുന്ന ടേംസ് മാത്രം ഒരു ബ്രാക്കറ്റിലിടാം. ഓക്കെ, സോ m = 0 to n minus 1 ഇൻറ്റു ഈ എന്നിൻ്റെ സമ്മേഷന് n ബേസ് ചെയ്തിട്ടുള്ള വാല്യൂ മാത്രം ബ്രാക്കറ്റിലിടുക, ദാറ്റ് ഈസ് n = 0 to n minus 1 f of m, n ഇൻറ്റു ഇത് എമ്മിൻ്റെ ടേം ആണ്, അപ്പോൾ എന്ത് റോൻ്റെ ടേം ആണ്, ആൻഡ് ദിസ് ഇസ് ദ കോളം ടേം. സോ e raised minus j 2 pi nl by n ഇൻറ്റു ഇത് എന്നിട്ട് ഒന്നുണ്ട് എല്ലാത്തിൻ്റെയും പൊസിഷൻസ് മാറ്റി e raised minus j 2 pi mk by n. ഓക്കെ, ഇതിന് ഇപ്പുറത്തേക്ക് എഴുതി. സോ ഇത്രയെന്ന് പറയുമ്പോൾ f of m, n, സോ ഇതിത്തെ കോളായിട്ടാണ്. ഓക്കെ, e raised minus j 2 pi nl by n ആണല്ലോ, അപ്പോൾ ഇവിടെ കോളം 1 ഡയമെൻഷണൽ കോളം DFT ആണ് കാണുന്നത്. സോ ഇവിടുന്ന് നമുക്ക് കിട്ടും f of ക്യാപിറ്റൽ F ആണല്ലേ DFT കാണുമ്പോൾ, ക്യാപിറ്റൽ f of m ഇവിടെ കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് m, l. ഓക്കെ, k, l പകരം വി ഗെറ്റ് m, l. സോ നമ്മൾ കോളം ബേസ് ആണ് നമ്മൾ ഇതിനെന്ത് ചെയ്യുന്നത്, DFT കാണുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കോളത്തിന് DFT കണ്ടു. ഓക്കെ, സോ ദിസ് ഇസ് f of m, l. ഇനി നമുക്ക് ഈ ഒരു സെക്ഷന് പകരം നമുക്ക് എന്ത് ചെയ്യാം, f of m, l അപ്ലൈ ചെയ്യാം. സോ സിഗ്മ m = 0 to n minus 1 f of m, l e raised to minus j 2 pi mk by n. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമ്മൾ റോനെയാണ്, ഓക്കെ, എമ്മിനാണ് എം എൽ ഓർ എം കെ. സോ എമ്മിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ DFT കാണുന്നത്. സോ ആദ്യം കോളത്തിന് DFT കണ്ടു, ഇവിടെ ഇപ്പോൾ റോനെ DFT കാണാം. സോ വി ഗെറ്റ് ആസ് f of k, l. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നിന് പകരം നമുക്ക് l കിട്ടി, അതായത് കോളം DFT കണ്ടു. ഇനി നമുക്ക് m, l k എന്ന് കൊടുത്തു, റോനെ DFT കണ്ടു. സോ നമുക്ക് ഔട്ട്പുട്ട് f of k, l തന്നെ കിട്ടി.
ഓക്കെ, സോ നമുക്ക് എഫ് ഓഫ് കെ കോമ എൽ തുടങ്ങി എഫ് ഓഫ് കെ കോമ എൽ തന്നെ കിട്ടി. അപ്പോൾ ആദ്യം കോളത്തിന്റെ ഡി എഫ് ടി കാണും, അത് കഴിഞ്ഞ് റോന്റെ ഡി എഫ് ടി കാണും. ഓക്കെ, ദസ് പെർഫോമിംഗ് എ 2D DFT ഈസ് ഈക്വൽ ടു പെർഫോമിംഗ് 2 1D transforms. Okay, 2D transform 1D transform equal ആണ്. Performing a 1D transform on each column of the image f of m comma n to get f of m comma n. Okay, നമ്മൾ ചെയ്തതാണ് ഇവിടെ പറയുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ കോളത്തിനാണ് ട്രാൻസ്ഫോം ചെയ്തത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ റോനെയാണ് ട്രാൻസ്ഫോം ചെയ്തത്. അറ്റ് ലാസ്റ്റ് വി ഗെറ്റ് എഫ് ഓഫ് കെ കോമ എൽ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫസ്റ്റ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് സെപ്പറബിൾ പ്രോപ്പർട്ടി. മൂവിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി സ്പേഷ്യൽ ഷിഫ്റ്റ് പ്രോപ്പർട്ടി. അതായത് നമ്മൾ ടൈം ഡൊമൈനിൽ ഷിഫ്റ്റ് ചെയ്താൽ ഹൗ ഇറ്റ് എഫക്ട് ദ ഫ്രീക്വൻസി ഡൊമൈൻ. സോ 2D DFT ഓഫ് എ ഷിഫ്റ്റഡ് വേർഷൻ ഓഫ് ദ ഇമേജ് ഈസ് എഫ് ഓഫ് എം കോമ എന്നിലെ എമ്മിനെ, അതായത് നമ്മൾ റോല് നമ്മൾ ഷിഫ്റ്റിംഗ് കൊടുത്തു, ദാറ്റ് ഈസ് എം മൈനസ് M0 എന്നുള്ള കോൺസ്റ്റന്റ് ഷിഫ്റ്റിംഗ് കൊടുത്താൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്രീക്വൻസി ഡൊമൈനിൽ എന്താ സംഭവിക്കുക? എഫ് ഓഫ് കെ കോമ എൽ കിട്ടും, എഫ് ഓഫ് എം കോമ എന്നിൻ്റെ ഡി എഫ് ടി എഫ് ഓഫ് കെ കോമ എൽ കിട്ടും. അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഒരു M0 എന്നുള്ള ഒരു ഷിഫ്റ്റ് കൊടുത്താൽ വി ഗെറ്റ് ഇറേസ് മൈനസ് ജെ 2π/n ഇൻറ്റു M0k എന്നുള്ള ഒരു കോൺസ്റ്റന്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം ഷിഫ്റ്റിംഗ്. ഓക്കെ, ടൈം ഡൊമൈനിൽ ഒരു ഷിഫ്റ്റിംഗ് കൊടുക്കുക, ഫ്രീക്വൻസി ഡൊമൈനിൽ ഇറേസ് മൈനസ് ജെ 2π/n ഇൻറ്റു M0k മൾട്ടിപ്ലൈ ചെയ്യണം അലോങ് വിത്ത് ഡി എഫ് ടി. ഓക്കെ, സോ ഇതിൻ്റെ പ്രൂഫ് നോക്കാം. സോ നമ്മൾ നോർമൽ ആയിട്ടുള്ള എഫ് ഓഫ് എം മൈനസ് M0 എന്നുള്ള നമ്മൾ ഇക്വേഷൻ എഴുതി, റേസ് മൈനസ് 2πmk/n റേസ് മൈനസ് ജെ 2πnl/n. ഓക്കെ, ഇത് നോർമൽ ഡി എഫ് ടി കാണാനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് എം മൈനസ് M0 എന്നുള്ള ഷിഫ്റ്റ് കൊടുത്താൽ, സോ ആഡിങ് ആൻഡ് സബ്സ്ട്രാക്ടിങ് M0 ടു ദിസ് വാല്യൂ. ഓക്കെ, ഇതിലോട്ട് ഈ M0 ഈ എമ്മിൻ്റെ കൂടെ M0 ആഡും ചെയ്യാം സബ്സ്ട്രാക്റ്റും ചെയ്യാം. സോ നോർമൽ ഡി എഫ് ടി, ഓക്കെ, ഡി എഫ് ടി ഓഫ് എഫ് ഓഫ് എം മൈനസ് M0 എഫ് ഓഫ് കെ കോമ എൽ. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്നതാണ് എഫ് ഓഫ് കെ കോമ എൽ, അതിൻ്റെ ഡി എഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു n minus 1 n equal to 0 to n minus 1 f of m minus M0 comma n e raised minus 2π/n into m k എന്നുള്ളതിന് എമ്മിൻ്റെ കൂടെ ഒരു മൈനസ് M0യും പ്ലസ് M0യും ആഡ് ചെയ്തു. അപ്പോൾ ഇത് റേസ് ടു MK തന്നെയാണ്, കാരണം ദിസ് ടേം ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെ ചെയ്തു. എന്നിട്ട് രണ്ടാമത്തെ ടേം ഇത് അതുപോലെ വെച്ചു. ഓക്കെ, എന്നിട്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട M മൈനസ് M0 എന്നാണല്ലോ. സോ ഒരു ഇറേസ് മൈനസ് ജെൻ്റെ കൂടെ M മൈനസ് M0യും അടുത്തതിൻ്റെ കൂടെ ഒരു M0k എന്നുള്ളതും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. സോ M0 n minus 1 n equal to 0 to n minus 1 f of m minus M0 comma n e raised to minus j 2π/n ഇൻറ്റു എം മൈനസ് M0 മാത്രം നിർത്തിയിട്ട് ഇൻറ്റു കെ, അതൊന്ന് ഇൻറ്റു അടുത്ത ഇത് ഈ M0ൻ്റെ ടേം മാത്രം എടുത്തിട്ട് വേറെ എഴുതുക, ദാറ്റ് ഈസ് ഇറേസ് മൈനസ് ജെ 2π/n ഇൻറ്റു M0k. ഓക്കെ, ഇൻറ്റു ഈ ടേം. സോ രണ്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇത് നമുക്ക് നോർമലി ഈ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തെടുക്കാം. ഈ സമ്മിന് പുറത്തെടുത്തു, ബാക്കി ഞാൻ അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ബാക്കി അതേപോലെ എഴുതി. സോ ഇതിൻ്റെ എഫ് ഓഫ് എം മൈനസ് M0 എന്നാണെങ്കിൽ ഇറേസ് മൈനസ് ജെ 2π/n, എമ്മിന് പകരം എം വിൽ ചേഞ്ച് ടു എം മൈനസ് M0 ഇൻറ്റു കെ ഇറേസ് മൈനസ് ജെ 2π/n ഇൻറ്റു n. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ ഡി എഫ് ടി, ദാറ്റ് ഈസ് എഫ് ഓഫ് കെ കോമ എൽ ആണിത്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റും കൂടി വരും ഷിഫ്റ്റിംഗ് കൊടുത്താൽ. സോ ദിസ് ഇസ് ഈക്വൽ ഇറേസ് മൈനസ് ജെ 2π/M0k/n ഇൻറ്റു എഫ് ഓഫ് കെ കോമ എൽ. ഇഫ് എ ഷിഫ്റ്റിംഗ് ഇൻ ദ ടൈം ഡൊമൈൻ റിസൾട്ട് ഇൻ എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദിസ് കോൺസ്റ്റന്റ് വാല്യൂ ടു ദ ഡി എഫ് ടി വാല്യൂ. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി, സ്പേഷ്യൽ ഷിഫ്റ്റ് പ്രോപ്പർട്ടീൻ്റെ പ്രൂഫ്. ദെൻ തേർഡ് പ്രോപ്പർട്ടിയാണ് പിരിയോഡിസിറ്റി പ്രോപ്പർട്ടി. പിരിയോഡിസിറ്റി പറയുമ്പോൾ നമ്മൾ ഓക്കെ, പിരിയോഡിസിറ്റി പറയുമ്പോൾ എഫ് ഓഫ് കെ കോമ എൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഒരു പീരിയോഡിക് ആയിട്ടുള്ള, അതായത് ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്താലും സെയിം ആയിരിക്കും, ഡി എഫ് ടി സെയിം ആയിരിക്കും. അതായത് 2D FT ഫംഗ്ഷൻ എഫ് ഓഫ് എം കോമ എൻ സെറ്റ് ടു ബി പീരിയോഡിക് വിത്ത് പീരിയഡ് എൻ, ഒരു എൻ എന്നുള്ള പീരീഡ് ആണെങ്കിൽ എഫ് ഓഫ് കെ കോമ എന്ന് പറയുമ്പോൾ ഡി എഫ് ടി ആണ്, നോർമൽ ഡി എഫ് ടി, 2 ഡയമെൻഷണൽ ഡി എഫ് ടിൻ്റെ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഈ കെൻ്റെ കൂടെ പിൻ്റെ മൾട്ടിപ്പിൾസ്, പി പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആണ്, സോറി എന്നിൻ്റെ മൾട്ടിപ്പിൾസ്, എൻ ആണ് ഇവിടെ പീരിയോഡിക് ടേം. സോ എന്നിൻ്റെ മൾട്ടിപ്പിൾസ് അതുപോലെ തന്നെ എന്നിൻ്റെ മൾട്ടിപ്പിൾസ് നമ്മുടെ റോയിലും കോളത്തിലും ചെയ്താൽ പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. സോ ഒരു പിരിയോഡിസിറ്റി ഇവിടെ പ്രോപ്പർട്ടി ചെയ്യുന്നുണ്ട്. അതായത് കെയിലെയും എല്ലിനെയും ഒരു കോൺസ്റ്റന്റ് വാല്യൂവിനായിട്ട് ആഡ് ചെയ്താൽ വിച്ച് ഈസ് ഈക്വൽ ടു ദ സെയിം എഫ് ഓഫ് കെ കോമ എൽ. ഓക്കെ, ഇതേ ഈക്വൽ ടു ഈ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് പിരിയോഡിസിറ്റി പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് ഓക്കെ, എഫ് ഓഫ് കെ പ്ലസ് പി എൻ കോമ എൽ പ്ലസ് ക്യു എന്നിൻ്റെ ഡി എഫ് ടി കാണാം.
അറ്റ് ലാസ്റ്റ് നമുക്ക് വിച്ച് ഇസ് ഈക്വൽ ടു ഇതെന്ന് കണ്ടുപിടിക്കാം. സോ നമ്മൾ RHS എടുത്തു, RHS ഈക്വൽ ടു, എന്നിട്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ DFT കാണാൻ എന്താ ചെയ്യുക, സമ്മേഷൻ ഡബിൾ സമ്മേഷൻ f(m, n) e⁻ ഓക്കെ കെ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, km/n അല്ല. സോ കെക്ക് പകരം ഇതായതുകൊണ്ട് k+p എന്ന് കൊടുത്തു. ഇവിടെ അതുപോലെ തന്നെ എല്ലിന് പകരം l+q എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ കെക്ക് പകരം k+p എന്നും എല്ലിന് പകരം l+q എന്ന് കൊടുത്തു. ഓക്കെ, സോ ജനറൽ ഇക്വേഷനിൽ അങ്ങനെ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക ചെയ്യുന്നത്, കെ മാത്രമുള്ള ഒരു ടേമും pn/pn വരുന്ന ടേമും. ഓക്കെ, f(m, n) e⁻²2πkm/n ഇൻറ്റു e⁻²2πpn/n ഇൻറ്റു m. സോ ഈ രണ്ട് എന്നിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും e⁻²2πln/n ഇൻറ്റു e⁻²2πqn/n. ഓക്കെ, ഇവിടെയും ക്യാപിറ്റൽ n ക്യാൻസൽ ചെയ്ത് കിട്ടും. ഓക്കെ, നമുക്കറിയാം e⁻²2π ഇൻറ്റു എനി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 2π മൾട്ടിപ്പിൾസ് ആയിരിക്കും. സോ cos 2π പ്ലസ് j sin 2π എന്നുള്ളൊരു കേസ് വരുമ്പോൾ സൈൻ്റെ ടേം 0 ആയിട്ട് പോകും, കോസിൻ്റെ ടേം മാത്രമേ ഉണ്ടാവും, വിച്ച് ഈക്വൽ ടു 1. cos 2π പറഞ്ഞാൽ 1 ആണ്. സോ ഈ ഒരു ടേം 2πനെ നമുക്ക് pm കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കും, കോൺസ്റ്റന്റ് വാല്യൂയോട് മൾട്ടിപ്ലൈ ചെയ്താൽ. സോ ദിസ് ഇസ് 1 ആയിരിക്കും വാല്യൂ, ഇവിടെ അതുപോലെ തന്നെ 1 ആയിരിക്കും വാല്യൂ. ഓക്കെ, സോ ഇത് മാത്രം കൊണ്ട് എടുത്ത് എഴുതിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു f(k, l). ഓക്കെ, DFTൻ്റെ നോർമൽ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇത്രയാണ് തേർഡ് പ്രോപ്പർട്ടി, ദാറ്റ് ഇസ് പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി. ദെൻ മൂവിങ് ടു ദ ഫോർത്ത് പ്രോപ്പർട്ടി, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, ദാറ്റ് ഇസ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി. കൺവല്യൂഷൻ പ്രോപ്പർട്ടി എന്താ പറയുന്നത് വെച്ചാൽ, കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമൈൻ ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. അതാണ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി പറഞ്ഞത്. ഇനി കൺവല്യൂഷൻ്റെ ഡെഫിനിഷൻ ആണ്, ദാറ്റ് ഇസ് x(n) കൺവല്യൂഷൻ h(n) ഇസ് ഈക്വൽ ടു k = -∞ x(k) ഇൻറ്റു രണ്ടാമത്തെ ടേമിൽ ഷിഫ്റ്റ് എടുക്കുക h(n-k). ഇതാണ് കൺവല്യൂഷൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, കൺവല്യൂഷൻ പ്രോപ്പർട്ടി പറയുമ്പോൾ കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമൈൻ ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. സോ കൺവല്യൂഷൻ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ കൺവല്യൂഷൻ സ്പേഷ്യൽ ഡൊമൈൻ ഇസ് ഈക്വലന്റ് ടു മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. സോ കൺവല്യൂഷൻ്റെ നമ്മൾ 2 ഡയമെൻഷനിൽ ആകുമ്പോൾ വരുന്ന അതിൻ്റെ ഡെഫിനിഷനാണത്. f(m, n) കൺവല്യൂഷൻ g(m, n) വിച്ച് ഇസ് ഈക്വൽ ടു ഡബിൾ സമ്മേഷൻ ab f(ab), a-ൻ്റെ ബിൻ്റെ ടേമിലാണ് f(ab). അപ്പോൾ എഫിൻ്റെ ടേം അതുപോലെ കൊടുത്തു, f(ab) ഇൻറ്റു ജിനെ നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു m-a, n-b. ഇതാണ് കൺവല്യൂഷൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമൈൻ വിച്ച് ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. f(m, രണ്ട് ഫംഗ്ഷനുകൾ f(m, n) g(m, n) കൺവല്യൂഷൻ ചെയ്താൽ ടൈം ഡൊമൈനിൽ കൺവല്യൂഷൻ ചെയ്ത ഫ്രീക്വൻസിയിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കിട്ടണം. ഇതാണ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ f(m, n) കൺവല്യൂഷൻ g(m, n). ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടണം, ക്യാപിറ്റൽ f(k, l) മൾട്ടിപ്ലിക്കേഡ് ബൈ g(k, l) ആ ഒരു ഫോമാറ്റിലോട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ അത് കിട്ടാൻ ഇതിൻ്റെ DFT ആണ് കാണേണ്ടത്. ഇതിൻ്റെ DFT കാണാൻ അറിയുമ്പോൾ നോർമൽ ഇക്വേഷനിൽ, സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, m = 0 to n - 1, n = 0 to n - 1. ഓക്കെ, f(m, n) പകരം ഇതാണ് നമ്മുടെ ഇൻപുട്ട്, അത് ഇവിടെ വെച്ചു, e⁻j ബാക്കിയൊക്കെ സെയിം. ഓക്കെ, നമ്മുടെ ഇക്വേഷനിൽ f(m, n) പകരം ഈ മൊത്തം ഇട്ട് കൊടുത്തു. ഓക്കെ, ഇതാണല്ലോ ഇൻപുട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ ഡെഫിനിഷനാണ് നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ആ f(m, n) കൺവല്യൂഷൻ g(m, n) പകരം ഈ ഡെഫിനിഷനാണ് ഞാൻ നെക്സ്റ്റ് ഇട്ട് കൊടുത്തത്. ഓക്കെ, സോ ഡബിൾ സമ്മേഷൻ ഇങ്ങനെ ഫോമാറ്റിലോട്ട് വരും. അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തു, ഇത് അതുപോലെ ബാക്കി എഴുതി. ഓക്കെ, ഇതിന് മാത്രം പകരം ഇത്രയും നമ്മൾ ഡെഫിനിഷനെ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ സമ്മേഷനൊക്കെ ഒരു സൈഡിൽ കൊടുക്കുക. സോ 4 സമ്മേഷൻ വരും, m, n, a, b എന്നുള്ളതിൽ 4 സമ്മേഷൻ വരും. എന്നിട്ട് ബാക്കിയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് f(a, b) then g(m, a, n - b) ഇൻറ്റു ഈ രണ്ട് ടേംസ്. ഓക്കെ, സോ ഇതിനെ ഞാൻ e⁻j2π/n ഇൻറ്റു ഈ എമ്മിന് എന്ത് ചെയ്തു പറയും, അതുപോലെ തന്നെ m(k) എന്നുള്ളത്. സോ എമ്മിൻ്റെ കൂടെ നമുക്കിവിടെ a, b എന്നുള്ള സമ്മേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഒരു f(k, l) എന്നുള്ള g(k, l) വേറെ രീതിയിൽ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, a, bയിൽ വരണം ഈ ഒരു ടേം. സോ ഞാൻ ഇതിലെ m(k) എന്നിന് എമ്മിൻ്റെ കൂടെ ഒരു പ്ലസ് എയും മൈനസ് എയും ആഡ് ചെയ്തു. ഓക്കെ, രണ്ട് സെയിം ആണ്. ഇതിൻ്റെ അതുപോലെ തന്നെ എന്നിൻ്റെ കൂടെ പ്ലസ് ബിയും മൈനസ് ബിയും ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ് ഈ ടേംസിനെ. സോ ഇതൊക്കെ അതുപോലെ തന്നെ വെക്കുക. ഓക്കെ, അതുപോലെ വെച്ചു. ഇനി ഇതിന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ e⁻j2π
പൈ ബൈ എൻ ഇൻറ്റു എം മൈനസ് എ എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടണം. എന്നാലേ ഇതിനൊരു ഒരു ഡി എഫ് ടി ആക്കാൻ പറ്റുള്ളൂ അല്ലേ. അതായത് എഫ് ഓഫ് കെ കോമ എൽ എന്നുള്ള ഫോമാറ്റിലാക്കണമെങ്കിൽ ഇവിടെ വരുന്നത് ഇവിടുത്തെ ന്യൂമറേറ്ററിൽ വരണം. സോ ഇറേസ് മൈനസ് 2π എം മൈനസ് എ ബൈ എൻ ഇൻറ്റു കെ, പിന്നെ ഈ കോൺസ്റ്റന്റ് വരും ഇറേസ് മൈനസ് 2π എ കെ എന്ന് വരും. ഇവിടെ അതുപോലെ തന്നെ എൻ മൈനസ് പി ഇൻറ്റു എൽ, ഇവിടെ ഇറേസ് മൈനസ് 2π ബൈ എൻ ഇൻറ്റു ബി എൽ. ഓക്കെ, അങ്ങനെ വരും. ഇനി നെക്സ്റ്റ് എൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ചും അതുപോലെ തന്നെ എം എന്നിൻ്റെ ടേംസ് ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് എൻ്റെ ടേംസ് എഴുതുമ്പോൾ എൻ്റെയും ബിൻ്റെയും ടേംസ്, സോ എ ബി എന്നുള്ള സമ്മേഷൻ എഴുതി എ = 0 to n - 1, ബി = 0 to n - 1. എ ബിയിൽ പിന്നെ വരുന്ന ഈ ഫംഗ്ഷനാണ് എഫ് ഓഫ് എ കോമ ബി. ഓക്കെ, ഇത് എം എന്നിൽ വരുന്നതാണ്. ഷിഫ്റ്റിംഗ് ഉണ്ടെങ്കിൽ എം എന്നിൽ വരുന്നതാണ്. ഇതൊക്കെ എം എന്നിൽ വരുന്നത്. പിന്നെ എയിൽ വരുന്ന ഇറേസ് മൈനസ് 2π എ കെ ബൈ എന്നും ഇറേസ് മൈനസ് 2π ബി എൽ ബൈ എന്നും. ഓക്കെ, ദെൻ ബാക്കിയുള്ളതൊക്കെ അതിന് ശേഷം എഴുതി സിഗ്മ എം എൻ. ഓക്കെ, ജീൻ്റെ ടേമും ഈ ഒരു എം മൈനസ് എ എൻ മൈനസ് ബി എന്നുള്ളത് എഴുതി. ഓക്കെ, ഇതിനപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പിൽ. അതിനുശേഷം ഈ ഒരു ടേം എന്ന് പറയുമ്പോൾ എ ബിൻ്റെ ഇറേസ്റ്റ് എ കെ എൻ ബൈ ഇറേസ്റ്റ്, ഇതൊരു എഫ് ആയതുകൊണ്ട് ഫംഗ്ഷൻ എഫ് ആയത് ദിസ് ഇസ് ആൻ എഫ് ഓഫ് കെ കോമ എൽ എന്നാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡി എഫ് ടി, ഒരു ഡി എഫ് ടി ആണ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് കെ കോമ എൽ. ഇത് നോക്കുകയാണെങ്കിൽ ജി ഓഫ് എം മൈനസ് എ എൻ മൈനസ് ബി. സോ ഇവിടെ അതുപോലെ തന്നെ എം മൈനസ് എ എൻ മൈനസ് ബി ഉണ്ട്, ജി ആണ്. സോ ഇതും ഒരു ഡി എഫ് ടിൻ്റെ ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ജി ഓഫ് കെ കോമ എൽ, ക്യാപിറ്റൽ ജി ഓഫ് കെ കോമ എൽ എന്ന് കിട്ടി. ഓക്കെ, സോ ഇവിടെ രണ്ടിൻ്റെയും ഫ്രീക്വൻസി ഡൊമൈൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എം കോമ എൻ കൺവല്യൂഷൻ ജി ഓഫ് എം കോമ എൻ, അതായത് ടൈം ഡൊമൈൻ്റെ ഉള്ള കൺവല്യൂഷൻ ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഡൊമൈൻ്റെ ഉള്ള മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് കെ കോമ എൽ ഇൻറ്റു ജി ഓഫ് കെ കോമ എൽ. അപ്പോൾ പ്രോപ്പർട്ടീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി. ഈസിയാണ് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് നമ്മൾ ഈ നോർമലിന് ഓക്കെ ഇതിന് കാണാം, ഇതിന് നമ്മൾ ഡെഫിനിഷൻ്റെ വാല്യൂ കൊടുക്കുക. ആ ഡെഫിനിഷനിൽ നമ്മൾ എമ്മിൻ്റെ കൂടെ പ്ലസ് എയും മൈനസ് എയും ചെയ്യുക, അതുപോലെ തന്നെ എന്നിൻ്റെ കൂടെ പ്ലസ് ബി മൈനസ് ബിയും ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുക, ഇതുപോലെ കിട്ടും. So that's all about 4 properties, and remaining properties can be discussed in the next class. Thank you. Have a nice day.